നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശരിക്കും സംഭവ ബഹുലമാണ്. മഴ പെയ്തു, ഡിലേ ഉണ്ടായി സ്റ്റാർട്ടിന്. പിന്നെ മോശമല്ലാത്ത ഒരു തുടക്കം RCBക്ക് ലഭിക്കുമെന്ന് കരുതി. എന്നാൽ തുടക്കത്തിൽ തന്നെ ഫിൽസാൾട്ട് മടങ്ങുന്നു. ക്ലിക്കായി വരുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ ദേവദത്ത് പടിക്കലും കോഹ്ലിയും അങ്ങനെ ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോയി. പട്ടിദാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒടുവിൽ വെങ്കിടേഷ് അയ്യരെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറക്കുന്നു. 125 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലേക്ക് വീണുപോയ ടീം 201 റൺസ് അടിച്ചെടുക്കുന്നു. അവസാന ഓവറിൽ വെങ്കി 20 റൺസ് അടിക്കുന്നു. ഹെറ്റ്മാരുടെ കിടിലൻ ക്യാച്ചുകൾ കാണുന്നു. എല്ലാം കൂടി സംഭവ ബഹുലം എന്ന് പറയേണ്ട ഒരു ഫസ്റ്റ് ഹാഫാണ് ഇപ്പോൾ RCB വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിന് ഉണ്ടായിരിക്കുന്നത്. ടോസ് ലഭിച്ച RR ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറുകൾ ബാറ്റ് ചെയ്ത RCB 8 വിക്കറ്റിന് 201 റൺസ് അടിച്ചിരിക്കുന്നു. ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ ജോഫ്രെ ആർച്ചർ വിക്കറ്റ് എടുത്തു. ഗോൾഡൻ ഡക്കായിട്ട് ഫിൽസാൾട്ട് മടങ്ങി. ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്നുള്ള കൂട്ടുകെട്ട് സ്കോർ ബോർഡ് 45 എത്തിച്ചു. പക്ഷേ മൂന്നാമത്തെ ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ പടിക്കലിനെ വീണ്ടും ജോഫ്രെ ആർച്ചർ തന്നെ മടക്കുന്നു. 7 പന്തിൽ നിന്ന് 3 ഫോറുകൾ സഹായത്തോടെ അദ്ദേഹം 14 റൺസാണ് അടിച്ചിരുന്നത്. പട്ടിദാർ ക്രീസിലേക്ക് എത്തി. എന്നാൽ വിരാട് കോഹ്ലി 16 പന്തിൽ നിന്ന് 7 ഫോറുകൾ സഹായത്തോടെ 32 റൺസ് അടിച്ച് നിൽക്കവേ രവി ബിഷ്ണോയി മടക്കി വിട്ടു. കൃണാൽ പാണ്ഡ്യയെ പ്രൊമോട്ട് ചെയ്ത് വിട്ടു. പക്ഷേ അദ്ദേഹം 1 റൺസുമായിട്ട് മടങ്ങി. ജിതേഷ് ശർമ്മ വന്നു, 5 റൺസുമായിട്ട് മടങ്ങി. ടിം ഡേവിഡ് 9 പന്തിൽ നിന്ന് 13 റൺസുമായിട്ട് മടങ്ങി പോകുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിക്കറ്റുകൾ വീഴുന്ന ഒരു കാഴ്ച. അതിനിടയ്ക്ക് അവർക്ക് രജത് പട്ടിദാറിനെയും നഷ്ടപ്പെടുന്നു. രജത് പട്ടിദാർ 8ാമത്തെ വിക്കറ്റായിട്ട് പോകുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ 166 റൺസാണ്. റൊമാരിയോ ഷെഫേർഡിൻ്റെ കാര്യം പറയണം. അദ്ദേഹം 11 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 22 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഭുവനേശ്വർ കുമാറും വെങ്കിയും അവസാന ഘട്ടത്തിൽ, വെങ്കിയേക്കാൾ ഉഷാർ ഭുവനേശ്വറാണല്ലോ എന്ന് തോന്നിപ്പോയി. ഒരു ഘട്ടത്തിൽ ഒരു 4 അടിച്ച് 7 പന്തിൽ 9 റൺസ് അടിച്ച് നിൽക്കുമ്പോൾ പക്ഷേ അവസാന ഓവറിലേക്ക് എല്ലാം കൂടി ബാക്കി വെച്ചിരുന്നു വെങ്കിടേഷ് അയ്യർ. സന്ദീപ് ശർമ്മക്കെതിരെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിക്കുന്നു. അവസാന ഓവറിലെ ആദ്യ പന്ത് തന്നെ അദ്ദേഹം തിരിഞ്ഞ് പുറകിലേക്ക് ബൗണ്ടറി അടിച്ചു തുടങ്ങുന്നു. തൊട്ടു പിന്നാലെ കിടിലൻ ഒരു 6 കൂടി അങ്ങ് പായിക്കുന്നു. പിന്നെ 2 റൺസ് ഓടിയെടുക്കുന്നു വൈഡ്. വീണ്ടും 2 റൺസ് ഓടിയെടുക്കുന്നു. ഒടുവിൽ അവസാന ബോളും കൃത്യമായിട്ട് കണക്ട് ചെയ്ത് 6 അടിച്ചു പറത്തി. വെങ്കി തന്നെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറക്കിയത് എന്തിനെന്ന് കൃത്യമായി തെളിയിച്ചു. 15 പന്തിൽ നിന്ന് 1 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 29 റൺസ് അടിച്ച് പുറത്താകാതെ. ഏതായാലും വമ്പൻ സ്കോർ തന്നെയാണ് 201 റൺസ്. അത് മറികടക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് അതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.